കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം തൃതീയാധ്യായം 3-ാമത്തെ അധ്യായമാണ്. നമ്മൾ 43-ാമത്തെ ശ്ലോകം ചെയ്തു. കലിയുടെ ദോഷങ്ങൾ പറയുമായിരുന്നു നമ്മളല്ലേ. കലിയുടെ ഓരോ പല തരത്തിലുള്ള ദോഷങ്ങൾ അത് അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ വെച്ചാൽ, കലികാലത്ത് ഈ പാഖണ്ഡന്മാരെ പോലുള്ളവർ, അതായത് വേദത്തിലും ആത്മാവിലും പുനർജന്മത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവും ബ്രഹ്മാവിഷ്ണു ബ്രഹ്മാദി ദേവന്മാരാൽ പോലും വന്ധ്യമായ പാദപത്മത്തോടു കൂടിയവനും ആയ നാശരഹിതനുമായ ഭഗവാനെ സാധാരണ കുറേ ആൾക്കാർ ഒട്ടും ആരാധിക്കാതെയായിത്തീരുന്നു. അതായത് നല്ല ശതമാനം ഈ ലോകവന്ധ്യനും ലോകം മുഴുവൻ വന്ദിക്കുന്ന ഭഗവാനെ ആരാധിക്കാതെ ആയിത്തുടങ്ങും എന്നാണ് നമ്മൾ പറഞ്ഞത് 43. ഇനി നമുക്ക് 44 വായിക്കാം കേട്ടോ. എന്നാമധേയം മ്രിയമാണ ആതുര പതൻസ്ഖലൻ വാ വിവശോ ഗൃണൻ പുമാൻ വിമുക്തകർമാർഗള ഉത്തമാം ഗതിം പ്രാപ്നോതി യക്ഷ്യന്തി നതം കലൗ ജനാഹ. 44 എന്താണ്? പുമാൻ മ്രിയമാണഹ എന്താണ്? മനുഷ്യൻ, പുമാൻ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ എന്താ വെച്ചാൽ അത്. മ്രിയമാണഹ മരിക്കാറാകുമ്പോഴോ, ആതുരഹ ദുഃഖിതനായിത്തീരുമ്പോഴോ, പതൻ വീഴുമ്പോഴോ, സ്ഖലൻ അതായത് കാലൊക്കെ ഒന്നിങ്ങനെ നമ്മളെ എരടിമുട്ടെന്നൊക്കെ പറയില്ലേ, എരടിമുട്ടുകയോ, വാ വിവശ ആകപ്പാടെ എന്തെങ്കിലും കാരണം കൊണ്ട് വിവശനായിട്ടെങ്കിലും ഏതൊരാളുടെ ഏത് ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമത്തെ ഒരു പ്രാവശ്യം ഉച്ചരിച്ചാൽ പോലും ആ ആൾക്ക് എന്താ വിവശ എന്നാമ ഗൃണൻ വിമുക്ത കർമ്മമാർഗള സർവകർമ്മ ബന്ധനത്തിൽ നിന്നും ഉത്തമാം ഗതിം പ്രാപ്നോതി മുക്തനായിത്തീരുന്നുവോ, തം ഭഗവന്തം അഭി ആ ഭഗവാനെ പോലും കലൗ ജനാഹ ന യക്ഷ്യന്തി ഈ കലികാലത്ത് ജനങ്ങൾ സേവിക്കുന്നില്ല എന്ന്. എന്താ അതിന് പറഞ്ഞറിയോ? ഏതൊരു ഭഗവാന്റെ അതായത് എന്താ അതിൽ പറഞ്ഞ വെച്ചാൽ, മരണസമയത്തോ രോഗം പിടിച്ച് അവശനാവുമ്പോഴോ, വീഴുമ്പോഴോ, കാല് എരടുമ്പോഴോ, വിവശനായിട്ട് ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണ് ആ ജപിക്കുന്ന ആൾ സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരുക. അങ്ങനെയുള്ള ഭഗവാന്റെ ആ പാദപത്മങ്ങളെ ആൾക്കാർ ആരാണ്? അങ്ങനെയുള്ള കാരുണ്യശാലിയായിട്ടുള്ള ഭഗവാനെ കലികാലത്ത് ആളുകൾ ആരാധിക്കാതാവും എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. അതായത് നമ്മൾ ഒന്ന് തുമ്പുമ്പോഴോ, അതാണ് തുമ്പുമ്പോഴൊക്കെ നമ്മൾ ഹരികൃഷ്ണ എന്നൊക്കെ പറയണത്. ഒന്ന് തുമ്പുമ്പോഴോ, അല്ലെങ്കിൽ വീഴാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോഴോ, അല്ലെങ്കിൽ പിന്നെന്താണ് എന്തെങ്കിലും നമുക്ക് വിഷമം വരുമ്പോൾ ആരാണ് ഭഗവാന്റെ നാമം ഉച്ചരിക്കണ ആ ആളുടെ അതായത് ശരിക്കും ഭഗവാനെ വിളിച്ചങ്ങോട്ട് കരയുമല്ലോ നമ്മൾ ചിലപ്പോൾ വേറൊരു ഗതിയില്ലാണ്ട്. അങ്ങനെ നമ്മൾ നാമം ജപിക്കുമ്പോൾ അയാളുടെ കർമ്മബന്ധനങ്ങൾ മുഴുവൻ ആ ജപിച്ച ആളെ എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനാക്കാൻ കഴിവുള്ള അങ്ങയുടെ പാദപത്മങ്ങളെ കലികാലത്ത് വളരെ കുറച്ച് ആൾക്കാരെ ആരാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആരാധിക്കുകയുള്ളൂ എന്ന്. അതായത് അങ്ങനെയുള്ള ഭഗവാനെ കലികാലത്ത് ആൾക്കാർ ആരാധിക്കാതായി തീരുന്നു. അതാണ് പറഞ്ഞത്. അതായത് പിന്നെ അത്ര വേഗം പ്രസാദിക്കണ ആ കലികാലത്ത് ഭഗവാൻ നാമം ഉച്ചരിച്ചാൽ പ്രസാദിക്കും. അങ്ങനെയുള്ള ഭഗവാനെ കലികാലത്ത് ആരും ആരാധിക്കാതെയായിത്തീരും. എന്നാമധേയം മ്രിയമാണ ആതുര പതൻ സ്ഖലൻ സാ വിവശോ ഗൃണൻ പുമാൻ വിമുക്തകർമാർഗള ഉത്തമാം ഗതിം പ്രാപ്നോതി യക്ഷ്യന്തി നതം കലൗ ജനാഹ. 45 പുംസാം കലികൃതാൻ ദോഷാൻ ദ്രവ്യാദേശാത്മസംഭവാൻ സർവാൻ ഹരതി ചിത്തസ്ഥോ ഭഗവാൻ പുരുഷോത്തമ. അതായത് ഇങ്ങനെ കലിദോഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം
നമ്മൾക്ക് എങ്ങനെ, അതാണല്ലോ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്, കലിദോഷങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നാണ് ചോദിച്ചത്. ഇനി തരണോപായം പറയുകയാണ്. എന്ത്? ഭഗവാൻ പുരുഷോത്തമ, അതായത് പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ചിത്തസ്ഥ, ഹൃദയത്തിൽ പുംസാം പ്രകാശിച്ച്, ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ച്, കലികൃതാൻ, കലികാലത്ത്, അതായത് ദ്രവ്യദേശാത്മ സംഭവാൻ, കലികാലത്ത് ദ്രവ്യങ്ങൾ, അതായത് ഭക്ഷണ സാധനങ്ങളൊക്കെ, ആൻഡ് പിന്നെ സർവാൻ ദോഷാൻ ഹരതി, അതായത് നമ്മൾ ഈ ഹൃദയത്തിൽ പ്രകാശിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അന്നത്തിന്നുണ്ടാവുന്ന ദോഷങ്ങളും പിന്നെയോ ബാക്കി പുറത്തുനിന്നുണ്ടാവുന്ന ദേശങ്ങളെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളും ഒക്കെ നശിപ്പിച്ച് കളയും എന്ന് പറയുകയാണ്. എപ്പോഴാണ് ഭഗവാനെ നമ്മൾ, അതാണ് ഇതിൽ പറയണത്. അതായത് കലികാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള അരുതാത്ത ഭക്ഷണം കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്ര നല്ലതല്ലാത്ത സ്ഥലത്ത് പോയി താമസിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ അരുതാത്ത വിഷയഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴത്തെ വിഷമം, അങ്ങനെയുള്ള എല്ലാ കലികാലത്ത് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇതൊക്കെ. അതായത് അരുതാത്ത ഭക്ഷണം കഴിച്ചു പോവുക, അതിനൊക്കെയുള്ള പിന്നെ എന്താ പറയുക, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടുമല്ലോ. അതാണ് നിഷിദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അത്ര നല്ലതല്ലാത്ത പിന്നെ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ പോയി വസിക്കേണ്ടി വരിക, പിന്നെയോ നമുക്ക് അരുതാത്ത വിഷയഭോഗങ്ങൾ അനുഭവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണത് കലികാലത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ ദോഷങ്ങളെയൊക്കെ, അതായത് ദ്രവ്യദേശാത്മ സംഭവ ദോഷങ്ങളെ എല്ലാം ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ച് നിൽക്കണ ഒരാൾക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളെ ഭഗവാനെ നമ്മൾ നല്ലോണം മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ അതൊക്കെ ഇല്ലാതായിത്തീരും എന്നാണ് പറഞ്ഞത്. അതാണ് പറയണത്. എല്ലാ ഇങ്ങനെയുള്ള കലികാലത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള ദോഷങ്ങളെയൊക്കെ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ഈ ദോഷങ്ങളൊക്കെ ഭഗവാൻ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് കലികാലത്ത് ബാക്കി എല്ലാ കാലത്തിനേക്കാൾ പ്രധാനമാണ് ഭഗവാനെ ആരാധിക്കുന്നത്. പുംസാം കലികൃതാൻ ദോഷാൻ ദ്രവ്യദേശ ആത്മസംഭവാൻ സർവാൻ ഹരതി, എല്ലാ ദോഷങ്ങളെയും കലികാലത്ത് ഉണ്ടാവുന്ന ഭക്ഷണത്തിൽ നിന്നോ നമ്മുടെ പെരുമാറ്റത്തു നിന്നോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വന്നതുകൊണ്ടോ അരുതാത്ത കാര്യം ചെയ്തതുകൊണ്ടോ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളെയും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ച് നിന്നാൽ ഇല്ലാതാക്കി തരും. അതിനെന്താ ചെയ്യുക? ഭഗവാനെ സ്മരിക്കുക. ഭഗവാനുള്ളിൽ പ്രകാശിച്ച് നിന്നാൽ പിന്നെ പേടിക്കാനില്ല. സർവാൻ ഹരതി ചിത്തസ്ഥോ ഭഗവാൻ പുരുഷോത്തമ ശ്രുത സങ്കീർത്തിതോ ധ്യാതഃ പൂജിതശ്ചാദൃതോപി വാ നൃണാം ധുനോതി ഭഗവാൻ ഹൃസ്ഥോ ജന്മായുതാശുഭം. ഭഗവാൻ പിന്നെ അതായത് ഭഗവാൻ ശ്രുതഃ സങ്കീർത്തിതഃ, അതായത് ഭഗവാനെ പറ്റി കേൾക്കപ്പെട്ടോ കീർത്തിക്കപ്പെട്ടോ, ധ്യാതഃ എന്ന് പറഞ്ഞു, ധ്യാനിക്കപ്പെട്ടോ, പൂജിക്കപ്പെട്ടോ, ആദൃതോദ്വി ആദരിക്കപ്പെട്ടോ, എങ്ങനെയെങ്കിലും ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ഹൃസ്ഥ, ആരുടെ ഹൃദയത്തിലാണ് പ്രകാശിക്കണത് എങ്ങനെയും വേണ്ടില്ല, ഒന്നുകിൽ കേൾക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കീർത്തിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക, പൂജിക്കുക, നമ്മൾ പറയുക, എന്തായാലും വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ ആരാണ് ഹൃദയത്തിൽ വെച്ച് ആരാധിക്കണ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കും. അങ്ങനെ ഭഗവാൻ പ്രകാശിച്ചാൽ എത്രയോ ജന്മങ്ങളിലെ വാസനകളെ, അത് ജന്മയുതാശുഭം എന്ന് പറഞ്ഞില്ലേ, എത്രയോ ജന്മങ്ങളിലത്തെ വാസനകളെ അത് ധുനോതി നശിപ്പിച്ചു കളയുന്നു. അതാണ് പറയണത്. എന്താ അറിയോ, ഭഗവാൻ ഹൃദയത്തിൽ മുമ്പ് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ എല്ലാ കലിദോഷങ്ങളെ അകറ്റുന്ന. ഇതിലെന്താ വെച്ചാൽ ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ നാമം കീർത്തനം ചെയ്യുക, ഭഗവാനെ ധ്യാനിക്കുക, പൂജ, ഇതുകൊണ്ടൊക്കെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഭഗവാൻ എത്രയെത്രയോ അനേകായിരം ജന്മങ്ങളിലെ എല്ലാ അശുഭവാസനകളെയും ഇല്ലായ്മ ചെയ്യും, എല്ലാം നശിപ്പിക്കുന്ന അത്ര ശക്തിയാണ് കലികാലത്ത് ഭഗവാനെ ആരാധിച്ചാൽ. ബാക്കിയുള്ള യുഗങ്ങളിലൊക്കെ തപസ്സും പിന്നെ യജ്ഞവും
പിന്നെന്താണ് ഒരുപാട് സാധനകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ കലികാലത്തിൽ വളരെ വേഗം ഭഗവാൻ പ്രസാദിക്കും, വളരെ വേഗം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് നമ്മുടെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ചെയ്ത അശുഭവാസനകളെപ്പോലും നീക്കം ചെയ്യും. അതാണ് ശ്രുത സങ്കീർത്തിതോ ധ്യാത പൂജിതശ്ചാദൃതോപി വാ നൃണാം ധുനോതി ഭഗവാൻ ഹൃസ്ഥോ ജന്മായുതാശുഭം. ഇനി ഇത് വേറൊരു വഴിയില്ല എന്നും പറയുന്നുണ്ട്. എന്താ അറിയോ? യഥാ ഹേംനിസ്ഥിതോ വന്യർദുർവർണം ഹന്തി ധാതുജം ഏവമാത്മഗതോ വിഷ്ണുർയോഗിനാമശുഭാമയം. ഹേംനി ചണ്ട സ്വർണത്തിൽ സ്ഥിതോ വന്യഹി, സ്വർണത്തിൽ കത്തുന്ന അഗ്നി മാത്രം, ധാതുജം ദുർവർണം യഥാഹന്തി, അതിൽ മറ്റ് സാധനങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടായ പിന്നെ അതായത് സ്വർണത്തിൽ ചിലപ്പോൾ പല അധികം വേറെ വല്ല മെറ്റൽസോ അല്ലെങ്കിൽ വേറെ ചണ്ടിത്തങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് ഉരുക്കിയാൽ ആ മാലിന്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് തനി തങ്കം, നല്ല പ്യുവറായിട്ടുള്ള തങ്കം സ്വർണം എങ്ങനെ എടുക്കാൻ പറ്റും? അതുപോലെ അതാണ് പറയണത്. ധാതുജം ദുർവർണം യഥാ ഹന്തി, അതായത് സ്വർണത്തിലത്തെ മാലിന്യത്തിനെ അഗ്നി എങ്ങനെ മാറ്റുന്നുവോ ഏവം ആത്മഗതോ വിഷ്ണു യോഗിനാം അശുഭാശയം, അതേപോലെയാണ് മനസ്സിൽ ഭഗവാൻ പ്രകാശിച്ചാൽ അത് മനസ്സിലത്തെ മാലിന്യത്തെ മുഴുവൻ അകറ്റുന്നു എന്ന്. സ്വർണം ഉരുക്കിയാൽ അതിലത്തെ മാലിന്യം നമ്മളെ എങ്ങനെ അകറ്റണു, അതുപോലെ ഭഗവാനാകുന്ന സ്വർണം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ മാലിന്യങ്ങൾ മുഴുവൻ, അശുഭവാസനകളും മാലിന്യങ്ങളും ഒക്കെ അകറ്റും ഭഗവാൻ എന്ന് പറയാണ്. അതാണ് അതിൽ പറഞ്ഞത്. അതായത് സ്വർണത്തിലുള്ള ബാക്കി മെറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ മാലിന്യങ്ങളെ എങ്ങനെയാണ് അഗ്നി നീക്കണത്, അതുപോലെ ഭഗവാൻ സാധകന്മാരുടെ ഹൃദയത്തിൽ വസിച്ച് അല്ലെങ്കിൽ ആരാധകരുടെ ഹൃദയത്തിൽ വസിച്ച് എല്ലാ മാലിന്യങ്ങളെയും, മീൻസ് നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വാസനകളെയൊക്കെ നശിപ്പിക്കുന്നു. യഥാ ഹേംനി സ്ഥിതോ വന്യർ ദുർവർണം ഹന്തി ധാതുജം ഏവമാത്മഗതോ വിഷ്ണുർ യോഗിനാം അശുഭാശയം, എല്ലാ അശുഭങ്ങളെയും മാറ്റുന്ന പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അതായത് 48 കേട്ടോ. വിദ്യാതപ പ്രാണനിരോധ മൈത്രീ തീർത്ഥാഭിഷേക വ്രതദാനജപ്യൈ നാത്യന്തശുദ്ധിം ലഭതേന്തരാത്മാ യഥാഹൃദിസ്തേ ഭഗവത്യനന്തേ. അനന്തേ ഭഗവതി, അതായത് അനന്തനായ, അതായത് ഇൻഫിനിറ്റ് ശക്തിയുള്ള ഭഗവതി, അതായത് ഭഗവാൻ ഹൃദിസ്ഥേ, ഹൃദയത്തിൽ, യഥാതഥാ വിദ്യാധിപി, ഹൃദയത്തിൽ പ്രകാശിച്ചാൽ, യഥാതഥാ വിദ്യാധിപി എപ്രകാരമാണ് വിദ്യ മുതലായത്, അതായത് പ്രാണായാമം ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ അന്തരാത്മാ അത്യന്തശുദ്ധിം നലഭതേ, അത് അതായത് എങ്ങനെയാണ് ഇനി ഒരു ദോഷം വരാത്ത വിധം വിധം ഭഗവാനെ ആരാധിച്ചാൽ മനസ്സ് ശുദ്ധാവുന്ന. എന്താ പറഞ്ഞ വെച്ചാൽ ഈ അതായത് ഭഗവാൻ ഇൻഫിനിറ്റ് ആണല്ലോ, അപരിമേയനാണ് അല്ലേ, അപരിമേയനാണ് ഭഗവാൻ. അതാണ് ഇതിൽ പറഞ്ഞത് എന്ത്, അനന്തയെന്ന്. അനന്തനായിട്ടുള്ള ഭഗവാൻ, അതായത് ലിമിറ്റില്ലാത്താണ്, ലിമിറ്റ്ലെസ്, പരിമിതിയില്ലാത്ത ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന, നമ്മുടെ ഹൃദയത്തിലുണ്ടാവുന്ന ആത്മശുദ്ധി, വിദ്യ, തപസ്, പ്രാണായാമം, സൗഹൃദം, പിന്നെയോ തീർത്ഥസ്ഥാനങ്ങളിൽ പോവുക, വ്രതം, ദാനം, ഇതുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അത്ര ഒരു ശുദ്ധി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അത്ര പറയണ്ട, ഭഗവാനെ ഭഗവാന്റെ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുക മാത്രമേ വേണ്ടൂ എന്നാണ്. അത് മാത്രമേ വേണ്ടൂ എന്ന്. അതായത് ഭഗവത് സ്മരണം അല്ലാതെ വേറെ ഒരു വഴിയും നമുക്ക് മനസ്സിനെ ശുദ്ധാക്കാനില്ല എന്ന്. അതായത് ഭഗവത് സ്മരണം തന്നെയാണ് മനസ്സിനെ നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല ഉപായം.
അതായത് നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്താലും, അതായത് തപസ്, പ്രാണായാമം, എല്ലാവരോടും നല്ല ആയിട്ട് പെരുമാറുക, നമ്മൾ തീർത്ഥയാത്രയ്ക്കൊക്കെ പോവുക, വലിയ വലിയ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക, ഏകാദശി, ദ്വാദശി അങ്ങനത്തെ ഒക്കെ അനുഷ്ഠിക്കുക, ധാരാളം ദാനം ചെയ്യുക, ഇതെല്ലാം മന്ത്രം ജപിക്കുക, ഇതൊക്കെ നമുക്ക് ഹൃദയശുദ്ധി നൽകുമെങ്കിലും ഭഗവാനെ അകത്ത് ആരാധിച്ച് പ്രകാശിപ്പിക്കുന്ന അത്രേ ഇതിനൊന്നും ശക്തിയില്ല. അതായത് കഥ നമ്മൾ കഥ കേൾക്കുകയും കീർത്തനം ചെയ്യുമ്പോൾ, ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് എത്ര ശുദ്ധമാകുന്നുവോ അതുപോലുള്ള ശുദ്ധി ബാക്കി ഒരു സാധന കൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് അപ്പോൾ കലികാലത്ത് ഒറ്റ കാര്യം വേണ്ടുമെന്ന് ഭഗവാൻ പിന്നെയും പറയുകയാണ്. പരീക്ഷിത് മഹാരാജാവ് പിന്നെയും പറയുകയാണ്. എന്താ അറിയോ? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കീർത്തിക്കുക, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കും. എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടാവുക. ആ ഭഗവത് സ്മരണം കൊണ്ട് നമ്മുടെ അന്ധകരണം ശുദ്ധമാവുന്നത് പോലെ വേറെ ഒരു സാധന കൊണ്ടും, തീർത്ഥയാത്രയാണെങ്കിലും തപസ്സാണെങ്കിലും പിന്നെ വ്രതാനുഷ്ഠാനം കൊണ്ടും ഒന്നും ഭഗവത് സ്മരണം കൊണ്ടുണ്ടാവുന്ന അത്ര മനസ്സ് ശുദ്ധമാകുകയില്ല. വിദ്യാതപ പ്രാണനിരോധ മൈത്രി തീർത്ഥാഭിഷേക വ്രതദാനജപ്യൈ നാത്യന്തശുദ്ധിം, അത്ര ശുദ്ധി വരില്ല എന്ന്. ലഭതേന്തരാത്മാ യഥാഹൃദിസ്തേ ഭഗവത്യനന്തേ, അനന്തനായ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്ര ശുദ്ധീകരിക്കാനുള്ള കഴിവ് മറ്റൊരു സാധനയ്ക്കും ഇല്ല. ആൻഡ് അങ്ങനെ ഭഗവാനെ നിരന്തരം ധ്യാനിക്കാനുള്ള വഴിയാണ് പറഞ്ഞ ശ്രവണവും കീർത്തനവും. അതാണ് പറഞ്ഞത് അല്ലേ? തസ്മാത് സർവാത്മനാ രാജൻ ഹൃദിസ്ഥം കുരു കേശവം മ്രിയമാണോ ഹ്യവഹിതസ്തതോ യാസി പരാം ഗതിം. 49. ഹേ രാജൻ, ഹേ പരീക്ഷിത് മഹാരാജാവേ, തസ്മാത് അതുകൊണ്ട്, കേശവം ഭഗവാൻ കേശവനെ സർവാത്മനാ ഹൃദിസ്ഥം കുരു, എപ്പോഴും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ, ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കൂ. മ്രിയമാണഹ, മരണം അടുത്തിരിക്കണമല്ലേ? മ്രിയമാണഹ, അതായത് മരണം അടുത്തിരിക്കുന്ന അങ്ങ് അവഹിത, അങ്ങ് ഇപ്രകാരം പിന്നെ ഭഗവാനിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ പരാം ഗതിം യാസി, അങ്ങയ്ക്കും പരമഗതി തന്നെ ലഭിക്കും, ചാൽ മോക്ഷം ലഭിക്കുന്ന. അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവേ, എന്താണ് പറയണം? അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവേ, ഈ പിന്നെന്താണ്, സർവവ്യാപിയും എല്ലാവരുടെ അന്തര്യാമിയായിട്ടും സർവൈശ്വര്യപൂർണനുമായിരിക്കുന്ന ഈ ഭഗവാനെ, അതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഭഗവാനെ തന്നെ എപ്പോഴും സ്മരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അപ്പം മരണസമയം അടുത്തിരിക്കുകയാണല്ലോ അങ്ങ്, ആ മരണസമയത്തിലും കൂടി ഭഗവാനെ ആരാണ് ധ്യാനിക്കണ? ആ ആളെ ഭഗവാനിൽ ലയിപ്പിക്കുന്നു. അതായത് മോക്ഷം തന്നെ കിട്ടും, പരമപദം, പരാംഗതി. അങ്ങനെ മരണസമയത്ത് ആരാണ് ഭഗവാനെ സ്മരിക്കുന്നത്, ആ ആൾക്ക് ഭഗവാൻ പരമഗതി തന്നെ നൽകുന്നു എന്ന്. അതാണ് പറഞ്ഞത് രാജാവേ. അതുകൊണ്ട് എപ്പോഴും ഭഗവത് സ്മരണം തന്നെ ചെയ്യൂ. മരണസമയത്ത് ആരാണ് ഭഗവാനെ സ്മരിക്കുന്നത്, അവർക്ക് ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് മരിക്കുന്ന ആ ആൾക്ക് ഭഗവാൻ പരമഗതി നൽകും, ഒട്ടും സംശയിക്കണ്ട എന്ന് പറയാണ്. തസ്മാ സർവാത്മനാ രാജൻ ഹൃദിസ്ഥം കുരു കേശവം, കേശവനെ മനസ്സിൽ ധ്യാനിക്കൂ. മ്രിയമാണോ, മരിക്കാറായിട്ടുള്ള ആൾക്ക് ഹ്യവഹിതസ്തതോ യാസി പരാംഗതിം, മരണസമയം എടുത്തിട്ടുള്ള ഏതാളാണ് ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കണ, അവർക്ക് ഭഗവാൻ പരമഗതി തന്നെ നൽകുമെന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ നൽകും, ഭഗവാൻ തന്നെ ആയിത്തീരും. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ? മ്രിയമാണോ അത് കഴിഞ്ഞു. 50. മ്രിയമാണൈരഭിധ്യേയോ ഭഗവൻ പരമേശ്വര ആത്മഭാവം നയത്യംഗ സർവാത്മാ സർവസംശയ. എന്താ കഥ അല്ലേ? അതുകൊണ്ട് പറയണ്ടേ,
അതായത് ആസന്ന മൃത്യുവായിട്ടുള്ള അങ്ങ് ഈ സർവേശ്വരനെ സർവാത്മന ഹൃദയത്തിൽ സ്ഥാപിച്ചുള്ളൂ. അങ്ങനെയായി അങ്ങക്ക് പരമഗതി കിട്ടും, സംശയമില്ല. ഇനി എന്താ പറയണേ? സർവേശ്വരനായിട്ടുള്ള അങ്ങു തന്നെയാണ് ഈ മരണമെടുത്ത ജനങ്ങളാൽ ധ്യാനിക്കപ്പെടാൻ ഏറ്റവും അർഹന്. അതാണ് ഭഗവാൻ പരമേശ്വരായേവ അഭിധ്യേയ. അതായത് മരണം കാത്തു കിടക്കുന്ന ഒരാൾക്ക് ഏറ്റവും ധ്യാനിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ ഭഗവാൻ തന്നെയാണ്. എന്താ വച്ചാൽ ആത്മഭാവം നയത്യംഗ. കാരണം എന്തെന്നാൽ സർവാത്മാ സർവസംശയ ആത്മഭാവം നയതി. എന്താണ് പറഞ്ഞത്? സർവാത്മാവും സർവ അധിഷ്ഠാനവുമായ ഭഗവാൻ മരണമെടുത്തവർക്ക് എപ്പോഴും ധ്യാനിക്കാൻ ഏറ്റവും അർഹനാണ്. എന്താ വെച്ചാൽ ഭഗവാൻ എന്താ കാരണം വെച്ചാൽ അവർക്ക് ഭഗവാൻ സ്വപദം അവനവനെ തന്നെ തരുന്നു, അവനവനെ തന്നെ കൊടുക്കുന്നു എന്ന്. അതാണ് പറയണത്. ഭഗവാനേ ഇനി അതിലെന്താ, അതിലും അധികം എന്താ ഉള്ളത് അല്ലേ? അതായത് സർവപ്രാണികളിലും ആത്മാവും എല്ലാറ്റിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള ആ ഭഗവാനെ എപ്പോഴും ധ്യാനിക്കണം. മരണം എടുത്ത ഒരാൾ അത് ചെയ്താൽ ഭഗവാൻ ആ ആളെ ഭഗവാനോടുകൂടി യോജിപ്പിക്കും. അതായത് മോക്ഷം കിട്ടുന്ന. ഇനി 51 കലേർ ദോഷനിധേ രാജൻ. അല്ല, അത് വായിക്കണം. മ്രിയമാണൈരഭിധ്യേയോ ഭഗവാൻ പരമേശ്വര ആത്മഭാവം നയത്യംഗ. ആത്മഭാവം എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയായി തീരെ. സർവാത്മാ സർവസംശയ. കാരണം സർവവ്യാപിയാണ്, സർവാധിഷ്ഠാനായിട്ടുള്ള ആളാണ് അല്ലേ? ഇനി കലികാലം അതുകൊണ്ട് നല്ലതാണ് ഒരു നിലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കലികാലത്തിൻ്റെ ഗുണം പറയാം. അവസാനത്തെ 2 ശ്ലോകം. കലേർ ദോഷനിധേ രാജൻ അസ്തി ഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അപ്പം എന്താ പറഞ്ഞ വെച്ചാൽ, ഹേ രാജൻ, പരീക്ഷിത് മഹാരാജാവേ, ദോഷനിധേഹേ കലേഹേ. കലി ദോഷങ്ങളാൽ നിറഞ്ഞതാണെങ്കിലും, കലികാലം ദോഷങ്ങളാൽ നിറഞ്ഞതാണെങ്കിലും ഏകോ മഹാൻ ഗുണ, ഒരു വലിയ ഗുണമുണ്ട്. കൃഷ്ണസ്യ കീർത്തനാദേവ മുക്തസംഗ പരം വ്രജേത്. അതായത് ഭഗവാന്റെ കഥകളോ ലീലകളോ നാമങ്ങളോ കീർത്തനം ചെയ്തതുകൊണ്ട് മാത്രം ഒരു ആൾക്ക് മുക്തി ലഭിക്കാൻ സാധിക്കും. വേറൊരു യുഗത്തിലും അത് പറ്റില്ല എന്ന് പറയണം അല്ലേ? എന്താ ഒരു ഗുണം കലികാലത്തിൻ്റെ? കുറേ ദോഷങ്ങളുണ്ട് കലികാലത്തിന്, സമ്മതിച്ചു. ഒരുപാട് ദോഷങ്ങൾ, ഇപ്പോൾ നമ്മൾ കുറേ കലിദോഷങ്ങൾ പറഞ്ഞത് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ ഒരു ഗുണം വെച്ചാൽ, ശ്രീകൃഷ്ണനാമത്തിൻ്റെ സങ്കീർത്തനം കൊണ്ട് മാത്രം കലികാലത്ത് ജനങ്ങൾക്ക് മുക്തി ലഭിക്കും. അതാണ് കലിയുടെ ഏറ്റവും വലിയ ഗുണം. അതായത് കലിക്ക് ഒരുപാട് ദോഷമുണ്ടെങ്കിലും കലികാലത്തിൽ നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ. എന്നാൽ ഒരാൾക്ക് മുക്തി ലഭിക്കാം. നാമജപം കൊണ്ട് മാത്രം നമുക്ക് മുക്തി ലഭിക്കാൻ സാധിക്കുന്നതാണ്. അത് ഞാനൊരു ശ്ലോകം ഓർമ്മിക്കാം. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. കലികാലത്തിൽ വേറൊരു ഗതിയില്ല, ഹരിയുടെ നാമം ജപിക്കുക മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട്. ഐ തിങ്ക് ഏതിലാണ്, ഏതോ ഒരു ഉപനിഷത്തിലത്തെയാണത്. ഹരേർനാമ ഹരേർനാമ. ഞാൻ അത് പഠിച്ചിട്ടുണ്ട് പണ്ടെപ്പോഴോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ജനങ്ങൾക്ക് മുക്തി ലഭിക്കാനായിട്ട് കലികാലം വളരെ നല്ലതാണ്. കാരണം കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കലികാലത്തെ നാമസങ്കീർത്തനം മാത്രമേ വേണ്ടൂ മുക്തി ലഭിക്കാൻ എന്നാണ് പറഞ്ഞത്. ഇനി 52 കൂടി വായിച്ച 52ആണ് ഈ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകം. അപ്പോൾ നമുക്ക് അതും കൂടി വായിച്ച് നിർത്താട്ടോ. 51 വായിക്കട്ടെ. കലേർ ദോഷനിധേ രാജൻ അസ്തി ഹ്യേകോ മഹാൻ ഗുണ. ഒരു മഹാൻ ഗുണം, മഹത്തായ ഗുണം ഉണ്ടെന്ന്. കീർത്തനാദേവ കൃഷ്ണസ്യ. കൃഷ്ണനാമം കീർത്തിച്ചാൽ മുക്തസംഗപരം വ്രജേത്. മുക്തസംഗനായിത്തീരുന്ന, സംഘങ്ങളിൽ നിന്ന് മുക്തനാവും, മീൻസ് സംസാരത്തിൽ നിന്ന് മുക്തനാവും. കൃതേ യധ്യായതോ വിഷ്ണും ത്രേതായാം യജതോ
മഖൈഃ ദ്വാപരേ പരിചര്യായാം കലൗ തദ്ധരികീർത്തനാത്. അതാണ് പറയുന്നത്. ബാക്കി യുഗങ്ങളിലൊക്കെ കൃതത്തിൽ വിഷ്ണു ധ്യായത, എപ്പോഴും ധ്യാനിക്കുകയാണ് അവരെ പറഞ്ഞല്ലോ. കൃതയുഗത്തിലെ ആൾക്കാർ മുഴുവൻ സാത്വികന്മാരാണ്. അവർക്ക് എപ്പോഴും ധ്യാനിക്കുക. കൃതയുഗത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നവനും ത്രേതായുഗത്തിൽ മഖൈഃ യാഗങ്ങൾ കൊണ്ട് യജത ഭഗവാനെ ആരാധിക്കുന്നവനും ദ്വാപരത്തിൽ പരിചര്യായാം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ടും എന്ത് ഫലമാണ് ലഭിക്കുന്ന? യത് ഫലം ഭവതി. അതായത് കൃതയുഗത്തിൽ ധ്യാനം കൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ ചെയ്തുകൊണ്ടും ദ്വാപരയുഗത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഫലം, എന്ത് ഫലമാണ് ലഭിക്കുക? ആ സെയിം ഫലം തന്നെ കലിയിൽ ഹരിനാമകീർത്തനം ഹേതുവായിട്ട് തദ്ഭവതി, നമുക്ക് അത് ഭവിക്കും എന്നാണ്. അപ്പോൾ അത് മാത്രം എളുപ്പമാണല്ലോ, വേറൊന്നും വേണ്ടല്ലോ, ആരെ സഹായം വേണ്ട, പണച്ചെലവില്ല. ആലോചിച്ച് നോക്കൂ. അതായത് കൃതയുഗത്തിലെ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്ന ഒരു ഭക്തനും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുന്ന ഒരു ഭക്തനും ദ്വാപരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഭക്തനും ലഭിക്കുന്ന അതേ പരമപദം കലിയുഗത്തിൽ വെറും ഹരിനാമകീർത്തനം ചെയ്യുന്ന ഒരു സാധകനും ലഭിക്കും. അതന്നെയാണ് കലിയുടെ ഏറ്റവും വലിയ ഗുണം. അപ്പം നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയാൻ വയ്യ എന്ന് പറയുകയാണ്. എന്താ അറിയോ, ഭാഗ്യം കലികാലത്ത് ജനിച്ചതും ഒരു നിലയ്ക്ക് ഭാഗ്യമായി. പക്ഷേ വേറൊരു ഭാഗ്യം കൂടി ഭഗവാൻ തരണം, നാമം ജപിക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഭഗവത് കഥകളെ കേൾക്കാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഭഗവത് കഥകൾ പറയാനുള്ള ഭാഗ്യം, എപ്പോഴും ഭഗവാനെ കീർത്തിക്കാനുള്ള ഭാഗ്യം. അപ്പോൾ നമുക്ക് കലികാലത്ത് മനുഷ്യജന്മം കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി നമ്മളാവുന്നതും ഭഗവാനെ നാമം ചൊല്ലിയിട്ടോ കഥകൾ പറഞ്ഞിട്ടോ മനസ്സിൽ ധ്യാനിച്ചിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനെ സദാ സ്മരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ അനുഗ്രഹം പൂർണ്ണമായി അല്ലേ. അപ്പോൾ കൃതേയധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാത്. അങ്ങനെയാണ് അത് പറഞ്ഞ് നമുക്ക് നിർത്താമെന്ന്. അതായത് കൃതയുഗത്തിൽ ചെയ്യുന്ന ധ്യാനത്തിൻ്റെ അത്ര തന്നെ, ത്രേതായുഗത്തിൽ ചെയ്യുന്ന യാഗങ്ങളുടെ അത്ര തന്നെ, ദ്വാപരത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ അത്ര തന്നെ ഫലം കലികാലത്തിൽ വെറും ഹരിനാമകീർത്തനം കൊണ്ട് നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഈ അധ്യായം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കാരണം ഇനി 4-ാം അധ്യായം നമുക്ക് നാളെ തുടങ്ങാം കേട്ടോ. അപ്പോൾ പാകായി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ കലിദോഷ നിവർത്തക ഹരികീർത്തനം നാമ തൃതീയോധ്യായ സമാപ്ത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.